Mole concept. What is mole? It represents the amount of particles. You know. What is one pair? One pair means which contains two items. Then one dozen. One dozen represents 12 items. If we 1 dozen which contains 12 number. 1 dozen represent 12. That 1 pair is 2. 2 one pair. Similarly, 1 gross which represent 144 items. 144 items represent 1 gross. Idepole 1 mole represents 6.022 into 10 raised to 23 particles. About 1 mole represent 6.022 into 10 raised to 23 particles represent 1 mole. About mole represent number of particles represent terms are mole. This is the SI unit. Mole, M-O-L. This is unit. Now, mole define standard carbon 12 isotope. Carbon, atomic mass unit define carbon 12 isotope. 1 AMU in the 1 by 12th mass of carbon 12 isotope. That's why mole concept define standard carbon 12 isotope. Carbon 12 isotope in 12 gram 6.022 into 10 raised to 23 particles on the Kanakakanada. This is 1 mole in the Paranada. 1 mole in the Paranada. 1 mole define carbon 12 isotope in standard item. 12 gram carbon 12 isotope which contains 6.022 into 10 raised to 23 particles. That is known as 1 mole. 1 mole, 1 mole eduthu kazhinjal adinathu 6.022 into 10 raised to 23 particles undannaanu nammal kanakakkunnathu. 1 mole is the amount of a substance that contains as many particles or entities as there are atoms in exactly 12 gram of the carbon 12 isotope. നമ്മൾ carbon 12 isotope ന്റെ 12 gram എടുത്താൽ അതിനകത്ത് കുറെ ആറ്റംസ് ഉണ്ട്. കുറെ കാർബൺ ആറ്റം കമ്പൈൻ ചെയ്താണ് എന്തായിട്ട് മാറിയിരിക്കുന്നത് 12 gram കാർബൺ ആയിട്ട് മാറിയിരിക്കുന്നത്. എങ്കിൽ ആ 12 gram കാർബൺ എടുത്താൽ എന്തുമാത്രം ആറ്റംസ് ഉണ്ട്? എത്രയുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതാണ് 1 മോൾ. അത് പറയുന്നത് 1 മോൾ എടുത്താൽ 12 gram കാർബൺ 12 ഐസോട്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് 6.022 into 10 raised to 23 ആണെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. 1 മോൾ എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ 1 മോൾ എന്ന് പറയുന്നത് the amount of substance that contains
as many particles or entities as there are atoms in exactly 12 gram of carbon 12 isotope. Carbon 12 isotopന്റെ 12 gram എടുത്താൽ അതിനകത്ത് എന്തുമാത്രം ആറ്റംസ് ഉണ്ട്, ആ ആറ്റംസിനെയാണ് നമ്മൾ 1 mole ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഏതിനോട് ഈക്വൽ ആണ്? 6.022 into 10⁻23. ഇതിനെയാണ് നമ്മൾ 1 mole ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതേപോലെ ഏതിന്റെ ആണെങ്കിലും 1 mole എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് അവോഗാഡ്രോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ നമ്പറിനെ അറിയപ്പെടുന്ന പേരാണ് അവോഗാഡ്രോ നമ്പർ. അപ്പൊ നമ്മൾ പറഞ്ഞു 12 gram കാർബൺ 12 ഐസോടോപ്പ് എടുത്താല് which contain 6.022 into 10⁻23 particles എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് ഈ നമ്പറിലോട്ട് നമ്മൾ എത്തിയെന്ന് അറിയണമല്ലോ, അതാ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പോൾ ഉള്ള മാസ് എന്ന് പറയുന്നത് 12 gram ആണല്ലോ. 12 ഗ്രാമിനകത്ത് ഇത്രയും പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം മാസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 gram. ഇനി മാസ് സ്പെക്ട്രോസ്കോപ്പി വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് മാസ് ഓഫ് 1 കാർബൺ ആറ്റം എന്ന് പറയുന്നത് പറയുന്നത് 1.99268 into 10⁻23 gram ആണ്. അപ്പൊ നമുക്കിപ്പോ ഇവിടെ ടോട്ടൽ മാസ് നമുക്കറിയാം. ടോട്ടൽ മാസ് 12 gram. മാസ് ഓഫ് 1 കാർബൺ 12 ഐസോടോപ്പ് എന്ന് പറയുന്നത് 1.99268 into 10⁻23 ആണ്. എങ്കിൽ എങ്ങനെ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 12 gram. 12 by മാസ് ഓഫ് 1 കാർബൺ 12 ഐസോടോപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. മാസ് ഓഫ് 1 കാർബൺ 12 ഐസോടോപ്പ് 1.99268 into 10⁻23. അപ്പം ടോട്ടൽ മാസും അറിയാം, ഒരാറ്റത്തിന്റെ മാസും നമുക്കിപ്പോ അറിയാം. എങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമായിരുന്നു? ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് 1 കാർബൺ 12 ഐസോടോപ്പ്. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ആണ് 6.022 into 10⁻23. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് 12 gram കാർബൺ 12 ഐസോടോപ്പ് എടുത്താൽ which contains 6.022 into 10⁻23 particles. This is considered as 1 mole. ഇനി 1 mole ഓക്സിജൻ എടുത്തു കഴിഞ്ഞാലും ഏതിന്റെ ആണെങ്കിലും 1 mole എന്ന് പറഞ്ഞാൽ which contains 6.022 into 10⁻23 particles. So 1 mole ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും? 6.022 into 10⁻23 particles. Similarly, 1 mole water contains how many particles? 6.022 into 10⁻23 particles. അപ്പൊ ഏതിന്റെ ആണെങ്കിലും 1 mole എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം which contains 6.022 into 10⁻23 particles. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 46 gram സോഡിയം നമ്മുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് എത്ര സോഡിയം ആറ്റം ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യണം. അപ്പൊ 46 gram സോഡിയത്തിനകത്തുള്ള നമ്പർ ഓഫ് സോഡിയാറ്റം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് മോൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും?
number of atoms. Because 1 mole equal 6.022 into 10 raised to 23 ആണ്. അങ്ങനെയാണെങ്കിൽ 2 moles എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും? 2 into 6.022 into 10 raised to 23 ആയിരിക്കുമല്ലോ. 3 mole contains 3 into 6.022 into 10 raised to 23. അപ്പം നമ്പർ ഓഫ് മോൾസ് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പൊ ആദ്യമേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ്. അപ്പം നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മീൻസ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം? അതിനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ mass in gram by gram atomic mass. Or GAM, gram atomic mass. അപ്പം നമ്മളോട് പറയാ കാൽക്കുലേറ്റ് number of atoms in 46 gram of sodium. അപ്പോൾ 46 gram സോഡിയം എടുത്താൽ അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം? നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം അറ്റോമിക് മാസ്. മാസ് ഇൻ ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമിലെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിരിക്കും. ഇപ്പൊ ഇവിടെ 46 ഗ്രാമിനകത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ മാസ് ഇൻ ഗ്രാം എന്ന് പറയുന്നത് എത്ര വരും? 46 ബൈ gram atomic mass. Gram atomic mass means atomic mass is expressed in gram. We know that atomic mass of sodium equals 23. Sodium equal 23 U, unified mass. ഈ U അങ്ങ് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഗ്രാമിലോട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാം അറ്റോമിക് മാസ്. സോ number of moles of sodium atom equal given mass 46 by gram atomic mass of sodium 23. We get 2 mole. അപ്പം number of moles കിട്ടി 2. ഇനി ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? number of atoms കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ number of atoms equal 2 into 6.022 into 10 raised to 23. So, first equation, number of moles equal mass in gram by gram atomic mass. Then second equation, number of moles is equal to mass in gram by gram molecular mass. Gram molecular mass GMM. Molecular mass expressed in gram is known as gram molecular mass. അപ്പോൾ second equation ആണ് number of moles is equal to mass in gram by gram molecular mass. നമ്മളൊരു കോമ്പൗണ്ടിനകത്തുള്ള number of particles കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അതായത് ഒരു മോളിക്യൂൾ ആണ് എങ്കിൽ അവിടുത്തെ പാർട്ടിക്കിൾസ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലർ മാസ്. എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഇൻ 90 gram ഓഫ് വാട്ടർ. ഇപ്പം വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതാണ്? വാട്ടർ മോളിക്യൂളാണ്. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളിവിടെ എന്തിന്റെ എണ്ണമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് പാർട്ടിക്കിൾസ് എങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലർ മാസ്.
പാർട്ടിക്കിൾസ് ആറ്റം ആണ് എങ്കിൽ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഗ്രാം മോളിക്കുലാർ മാസ് എടുക്കുന്നത് കോമ്പൗണ്ടിനകത്തുള്ള പാർട്ടിക്കിൾസ് മോളിക്യൂൾ ആണ് എങ്കിൽ നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും? ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഇക്വേഷൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 90 ഗ്രാം വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. വാട്ടറിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂളാണ്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. സോ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം. മാസ് ഇൻ ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ഗ്രാമിലെയാണോ കണ്ടുപിടിക്കേണ്ടത്. ഹിയർ 90 ഗ്രാം. സോ മാസ് ഇൻ ഗ്രാം 90 ബൈ molecular mass of water. You know molecular mass of water equal number of hydrogen atom 2 into mass of 1 hydrogen 1 plus number of oxygen 1 into atomic mass of oxygen 16. We get 18U. U unified mass. ഇതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GMM. That is 18 gram. അപ്പോൾ number of moles equal 90 by 80. We get 5 moles. ഇനി number of particles കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടുത്തെ particles number of molecules ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Number of molecules equal 5 into 6.022 into 10 raised to 23. Then third equation, number of moles equal volume in liter by volume at STP. For example, നിങ്ങളോട് പറയുവാണ് calculate the number of oxygen atom at 2 liter. എന്ന് പറയുവാണ്. 2 ലിറ്ററിനകത്തുള്ള ഓക്സിജൻ എത്ര ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യണം. മെഷർ ചെയ്യണമെങ്കിൽ ആദ്യമേ നമുക്ക് എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വോളിയം തന്നിട്ടുള്ളത് ലിറ്ററിനകത്ത് 2 ലിറ്റർ ഓക്സിജൻ എടുത്താൽ എന്തുമാത്രം പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യണം. അപ്പൊ ഇവിടെ വോളിയം ഇൻ ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ലിറ്റർ. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? 2 ബൈ വോളിയം അറ്റ് STP. STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STP സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. അവിടെ വോളിയം എന്ന് പറയുന്നത് 22.4 ആയിരിക്കും, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 2നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 22.4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം അറ്റോമിക് മാസ്. നമുക്ക് തന്നിട്ടുള്ളതിനകത്തെ പാർട്ടിക്കിൾസ് ആറ്റം ആണ് എങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഇനി പാർട്ടിക്കിൾസ് മോളിക്യൂൾ ആണ് എങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യാം. മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ദെൻ വോളിയം തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഗിവൺ വോളിയത്തിനെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് വോളിയം അറ്റ് STP. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ്. ഇനി ഗ്രാം ഇപ്പം ഓക്സിജന്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 16 ആണ്. എങ്കിൽ ഈ നമ്പർ ഓഫ് മോൾസ് 1 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാസും എന്ത് തന്നെ ആയിരിക്കണം? 16 ആയിരിക്കണമല്ലോ. നമുക്ക് നമ്പർ ഓഫ് മോൾസ് 1 കിട്ടണം. 1 കിട്ടണമെങ്കിൽ മാസ് ഇൻ ഗ്രാം എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 16. കാരണം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ്? 16. 16/16 ഈക്വൽ നമുക്ക് എത്ര എന്ന് കിട്ടും? 1 മോൾ എന്ന് കിട്ടും. അപ്പോ ഒരാറ്റത്തിന്റെ
അറ്റോമിക് മാസും അതിന്റെ മാസും ഈക്വൽ ആണ് എങ്കിൽ, ഗിവൺ മാസ് അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ് എങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 മോൾ. അതേപോലെ ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ മോളിക്കുലാർ മാസും ഗിവൺ മാസും ഈക്വൽ ആണ് എങ്കിൽ നമ്പർ ഓഫ് മോൾസ് എത്ര തന്നെ കിട്ടും? 1 കിട്ടും. എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ, മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ 18 ആണ്. ഗിവൺ മാസും 18 തന്നെയാണ് എങ്കിൽ 18/18 we get 1. അപ്പം 1 മോൾ കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻ ഗിവൺ മാസ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ഗ്രാം അറ്റോമിക് മാസ് ഓർ ഗിവൺ മാസ് ഈക്വൽ ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം അറ്റോമിക് മാസ് ആണല്ലോ. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ഒരു എലമെന്റിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണം. കാരണം എലമെന്റ്സിനകത്ത് വരുന്ന പാർട്ടിക്കിൾസ് ആറ്റമാണ്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം അറ്റോമിക് മാസ് എടുക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ കോമ്പൗണ്ട്, എക്സാമ്പിൾ വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ഗ്ലൂക്കോസ്, ഇവിടുത്തെ എല്ലാം പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഓർത്തോണം, ഒരു എലമെന്റിന്റെ കേസിലാണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ സോഡിയം, സിൽവർ, അയൺ, ഇങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട് we use number of moles equal mass in gram by gram molecular mass. Okay, calculate number of particles of the following. First one, 16 gram of helium. 16 gram helium എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുമാത്രം പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ നമുക്ക് എന്തറിയണം? നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ number of moles into Avogadro number. Avogadro number 6.022 into 10⁻23. അപ്പൊ ആദ്യമേ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമല്ലോ. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പാർട്ടിക്കിൾസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഹീലിയം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഹീലിയം ഈസ് എ മോണോഅറ്റോമിക് ഗ്യാസ്. സോ the particles are atoms. മോണോഅറ്റോമിക് ആയതുകൊണ്ട് ഇവിടുത്തെ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ആറ്റംസ് ആയിരിക്കും. Therefore, number of moles equal mass in gram by gram atomic mass. മോണോഅറ്റോമിക് ആയതുകൊണ്ട് ഇവിടുത്തെ പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. അതുകൊണ്ടാണ് ഗ്രാം അറ്റോമിക് മാസ് നമ്മൾ എടുക്കുന്നത്. ഹിയർ മാസ് ഈസ് 60 by atomic mass of 1 helium 4. We get 4 mole. അപ്പൊ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി 4. ഇനി ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അവോഗാഡ്രോ നമ്പർ. Therefore, number of particles equal four into 6.022 into 10⁻23. ഇത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും 16 gram ഹീലിയം എടുത്താൽ. Second one, calculate the number of particles of 88 gram of carbon dioxide. 88 gram carbon dioxide എടുത്താൽ how many particles ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യണം. അപ്പൊ ആദ്യമേ നമുക്ക് എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ്. Here particles are molecule. കാർബൺ ഡയോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പാർട്ടിക്കിൾസ് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസ് കമ്പൈൻ ചെയ്താണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഗ്യാസ്. അപ്പോൾ
number of moles equal ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? number of moles equal mass in gram by gram molecular mass. So first we have to calculate molecular mass of carbon dioxide. Molecular mass of carbon dioxide equal number of carbon atom 1 into mass of 1 carbon 12 plus number of oxygen 2 into mass of oxygen 60. We get 12 plus 32 equal 44. So number of moles equal mass in gram 88 by molecular mass 44. We get 2 mole. The number of moles ipa namakariya. Then calculate number of particles, or that is number of molecules. Number of particles equal 2 into number of moles 2 into Avogadro number 6.022 into 10 raised to 23. Third one, 5 mole nitrogen. 5 mole nitrogen എടുത്തു കഴിഞ്ഞാൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുമെന്നാ കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പറാ. ഇവിടെ ഡയറക്റ്റ് മോൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ number of moles തന്നിട്ടുണ്ട്. here number of moles 5 into Avogadro number 6.022 into 10 raised to 23. അപ്പോൾ ഡയറക്റ്റ് മോൾ തരുവാണ് എങ്കിൽ പിന്നെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ തന്നിട്ടുള്ള മോളിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? Avogadro number. We get number of particles. Okay.